എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്രം പരിപാടിയില്ല സാർ. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹത്തോട് കാണാൻ അദ്ദേഹം പറഞ്ഞ പിന്നെ വിഷു ഗുഡിലൊക്കെ എന്ന് പറയും. ഈ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെയുള്ളൊരു ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രത്യേക കൂടി താങ്കൾക്കുണ്ടല്ലോ. ഡെഫിനറ്റ് ആയിട്ടുണ്ട്. താങ്കളുടെ എന്തുകൊണ്ടാണ് വണ്ടിയിൽ കയറാറുള്ളത്? വണ്ടി കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ പരിസരം അത് ഇവിടെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. അത് കാര്യമില്ല. ഞങ്ങൾ എത്ര പേരുള്ളതാണ്. അതിനകത്ത് വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട. നേരത്തെ 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതെനിക്കറിയത്തില്ല. അത് അറിയിപ്പ് കിട്ടിയത് പ്രകാരം എനിക്കങ്ങനെ ഒന്നും കിട്ടിയില്ല. പക്ഷേ നിങ്ങളെന്ത് പറഞ്ഞു, ഇത്രയും വലിയ 18 കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അത് പ്ലാൻ ചെയ്താലും ബസ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ അതിൻ്റെ കയറി പിടിക്കണ്ട. സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്നൊരു പേരാണല്ലോ. അപ്പം മോദിജിക്കൊപ്പം താങ്കൾ ഇല്ല എന്നുള്ളൊരു മോദിജി കണ്ടു, അത് വിഷ് ചെയ്തു. ഞാൻ പറയും മലപ്പുറം ക്യാൻഡിഡേറ്റാന്ന് പറഞ്ഞു, വിഷ് ഗുഡ് എന്ന് പറഞ്ഞു. ഞാൻ പറയും മോഡിജി ഞാൻ മലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. വണ്ടി കയറാത്തിൽ പരിഭവം. എന്ത് നമുക്കറിയൂടെ, നമ്മൾ എത്ര പാർട്ടികളാണ്, നമ്മൾ എല്ലാവരും കൂടെ വണ്ടി കയറാൻ പറ്റുമോ? നിങ്ങളതിനായിട്ട് കുത്തി പതിപ്പിക്കണ്ട.